ഹായ് എവരിവൺ. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് എന്നുള്ളത് അതായത് ബ്രാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയോ? നിങ്ങൾ ഒരുപാട് വർഷത്തെ എഫേർട്ട് അല്ലെങ്കിൽ ഒരുപാട് ഫണ്ട് മുടക്കി പരസ്യം ചെയ്ത് അഡ്വർടൈസ്മെൻറ്റിന് ഒരുപാട് തരത്തിലുള്ള എഫേർട്ട് എടുത്തിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്. അത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്തിട്ടും ക്വാളിറ്റി സർവീസസ് കൊടുത്തിട്ടുമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ബ്രാൻഡ് നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തി അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ബ്രാൻഡ് ഒരു ദിവസം പെട്ടെന്ന് മറ്റൊരു പേഴ്സൺ ഇതേ നെയിമിൽ, ഇതേ ബ്രാൻഡിൽ, ഇതേ കളർ കോമ്പിനേഷനിൽ വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കൂ. ഈ കസ്റ്റമേഴ്സ് തെറ്റിദ്ധരിച്ച് ആ സ്റ്റോറിൽ പോയിട്ട് പർച്ചേസസും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താവും? ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കുക. ഇനി ഒരു പടി കൂടെ കടന്ന് ആ പേഴ്സൺ ഈ ബ്രാൻഡ് രജിസ്ട്രേഷനും കൂടി അപ്ലൈ ചെയ്ത് എന്തായിരിക്കും സ്ഥിതി? സോ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ബിസിനസ്സിൻ്റെ അവസ്ഥയാണത്. അങ്ങനത്തെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ ഇനീഷ്യലി ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ബ്രാൻഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. വേറെ എന്ത് മിസ് ചെയ്താലും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ബ്രാൻഡ്, നിങ്ങളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം, ലോഗോ ട്രേഡ് മാർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ പേരിൽ അപ്ലൈ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്തത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റേജസ്, എത്ര കാലതാമസമാവും രജിസ്ട്രേഷൻ കിട്ടാൻ, എത്ര വർഷത്തേക്കാണ് റിന്യൂവൽ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രാൻഡ് നെയിം കമ്പനിക്ക് സൂയിറ്റബിൾ ആയിട്ടുള്ളതും അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ മറ്റാരും യൂസ് ചെയ്യാത്ത ഒരു ബ്രാൻഡ് നെയിം, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ദൗത്യം. പക്ഷെ അതങ്ങനെ കണ്ടുപിടിച്ചേ തീരൂ. അങ്ങനത്തെ ഒരു ബ്രാൻഡ് നെയിം നമ്മുടെ പേരിൽ രജിസ്റ്റർ ആക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. സോ ആദ്യം ആ ബ്രാൻഡ് നെയിം കണ്ടുപിടിച്ചതിന് ശേഷം തറവിൽ സെർച്ച് ചെയ്യുക. ട്രേഡ് മാർക്കിൻ്റെ സെർച്ച് അവൈലബിൾ ആണ്, ഗവൺമെൻറ് സൈറ്റിൻ്റെ സെർച്ച് അവൈലബിൾ ആണ്. അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന് നിങ്ങളിട്ടിരിക്കുന്ന പേര് മറ്റൊരാളും ഇന്ത്യയിൽ എവിടെയും ഇതേ നെയിമിന് വേറെ ആരും നെയിം അപ്ലൈ ചെയ്തിട്ടില്ല, വേറെ ആരും ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് എന്ത് ഫസ്റ്റത്തെ സ്റ്റേജ്. സോ ട്രേഡ് മാർക്ക് സെർച്ച് ചെയ്ത് 100% നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ് നിങ്ങളുടെ കാറ്റഗറി ഓഫ് ഇത്. കാറ്റഗറി പല കാറ്റഗറീസ് ഉണ്ടാവും. സപ്പോസ് നിങ്ങൾ ഒരു ഫുഡ് മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാറ്റഗറിയിൽ ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ ക്ലാസ് 30 ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഓരോ ഗൂഡ്സിനും ഓരോരോ കാറ്റഗറി ഉണ്ട്. സപ്പോസ് നിങ്ങൾ ഗാർമെൻറ്റ്സ് ആണെങ്കിൽ 25 ചെക്ക് ചെയ്ത് നോക്കുക, വേറെ ആരെങ്കിലും ഇതേ കാറ്റഗറിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഈ നെയിമോ ലോഗോയോ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫസ്റ്റ് സ്റ്റേജ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുക. അത് നിങ്ങളുടെ പേരിൽ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. നിങ്ങളുടെ കമ്പനിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ പേരിലേക്ക് ആപ്ലിക്കേഷൻ ഇടാം. സോ വൺസ് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് വളരെ ശ്രദ്ധിച്ചോളൂ. പല ഘട്ടങ്ങളിലായിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ കടന്നു പോകുന്നത്. വൺസ് അപ്ലൈ ചെയ്തതും മേ ബി ഒരു 15 days 20 daysന് ശേഷം, സംടൈംസ് അതിനും കൂടാറുണ്ട് സമയം, 2 months 3 months ആവാം, ഇവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എടുത്ത് സ്ക്രൂട്ടനൈസ് ചെയ്ത് അതിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, മറ്റെന്തെങ്കിലും അപാകതകളുണ്ടോ, എന്തെങ്കിലും അമെൻമെൻറ്റ് വേണോ എന്ന് നോക്കിയിട്ട് ട്രേഡ് മാർക്ക് ഒരു ഒബ്ജക്ഷൻ റൈസ് ചെയ്യാം. ഇനി അതൊന്നും ഇല്ല, അപാകതകളില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാം. എന്തെങ്കിലും തരത്തിലുള്ള അവർക്കൊരു അപാകത തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ റൈസ് ചെയ്യും. അതിന് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള റിപ്ലൈ കൊടുക്കണം. നമ്മുടെ ബ്രാൻഡ് യുണീക്കാണ്, വേറെ ആരും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബൈ റിട്ടേൺ എന്ത് ചെയ്യണം, വളരെ കൺവിൻസിങ് ആയിട്ട് അവർ അറിയിക്കണം. സോ ഇത് ഒരു സ്റ്റേജ്. ട്രേഡ് മാർക്ക് ഒബ്ജക്ഷൻ സ്റ്റേജ് നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക് അവർ പബ്ലിഷ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പബ്ലിക്കേഷനിലിടും. 4 months പീരീഡാണ് ഈ ട്രേഡ് മാർക്കിൻ്റെ ജേണൽ പബ്ലിക്കേഷൻ പീരീഡ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഈ ജേണൽ പബ്ലിക്കേഷൻ? ഈ പീരീഡിൽ ആരെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇതേ നെയിമിൽ ഇതേ കാറ്റഗറി ഓഫ് ഇതിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവരുടെ ബിസിനസ് ഈ നെയിം നിങ്ങളുടെ പേരിൽ തരുന്നതുകൊണ്ട് അത് എഫക്റ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കത് ഓപ്പോസ് ചെയ്ത് കൊടുക്കരുത് എന്ന് പറയാനുള്ള കാലതാമസം എന്താണ്? ഈ 4 months പീരീഡിനുള്ള ആർക്ക് വേണമെങ്കിലും ഓപ്പോസ് ചെയ്യാം. ഇത് എൻ്റെ ബ്രാൻഡിനോട് സിമിലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എക്സാക്ട്ലി സിമിലർ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കാറ്റഗറി ഓഫ് ഗൂഡ്സിൽ ഇത് എൻ്റെ കസ്റ്റമേഴ്സിനെ മിസ്ലീഡ് ചെയ്യാൻ സാഹചര്യമുണ്ട്, അതുകൊണ്ട് കൊടുക്കരുത് എന്ന് പറയാനുള്ള ഓപ്പോസിഷൻ പീരീഡാണ് 4 months പീരീഡ്. ഇനി 4 months പീരീഡിലും ഇത് ഓപ്പോസ് ചെയ്തില്ല,
ആരും ഓപ്പോസ് ചെയ്താൽ നമുക്കത് ആവശ്യമില്ലാത്തൊരു ഓപ്പോസിഷൻ ആണെങ്കിൽ നമുക്കതിന് റിപ്ലൈ കൊടുക്കാം. അല്ല, ആ ഓപ്പോസിഷൻ വാലിഡ് ആണെങ്കിൽ അത് നിലനിൽക്കും. നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ഹിയറിങ്ങിന് പോയി അപ്പിയർ ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യാം. അതിനും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റെഫ്യൂസ് ചെയ്യപ്പെടും ബ്രാൻഡ്. അല്ലാത്ത പക്ഷം ആരും ഓപ്പോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഓപ്പോസിഷൻ കൗണ്ടർ ഫയൽ ചെയ്ത് നമ്മൾ സക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. അതാണ് രജിസ്ട്രേഷൻ സ്റ്റേജ്. അവിടെ നമുക്ക് ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെ ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണെന്ത് നമ്മുടെ പ്രോപ്പർട്ടി ആവുന്നത് ആ ബ്രാൻഡ് നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും. വൺസ് ഇങ്ങനെയുള്ള ബ്രാൻഡുകളാണ് വലിയ രീതിയിലേക്ക് പോകുമ്പോൾ ക്രോഴ്സ് കണക്കിന് ഇതിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് ബ്രാൻഡ് അക്വയർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഇങ്ങനെ രജിസ്റ്റേർഡ് ആയ ബ്രാൻഡിന് മാത്രമേ മൂല്യം കിട്ടുള്ളൂ. സോ വൺസ് രജിസ്റ്റർഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, R എന്ന് മാർക്ക് ചെയ്യാം ബ്രാൻഡിൻ്റെ മുകളിൽ. അതുവരയ്ക്കും ഈ പ്രോസസ്സ് ലോങ് പ്രോസസ്സായിരിക്കും. ചിലപ്പോൾ 6 months എടുക്കാം, 1 year എടുക്കാം, 2 year ആവാം. ആ ഒരു പീരിയഡ് ഓഫ് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബ്രാൻഡിൽ TM എന്ന് മെൻഷൻ ചെയ്യാം. എന്താണ് TM എന്നറിയോ? TM is indication that trademark is under process with the trademark registry. ഇത് വൺസ് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബ്രാൻഡിൻ്റെ മുകളിൽ R എന്ന് രജിസ്റ്റേർഡ് എന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. സോ രജിസ്റ്റേർഡ് ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 10 വർഷത്തിന് ഇത് വാലിഡാണ്. 10 yearsന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് റിന്യൂവൽ ചെയ്ത് വീണ്ടും 10 yearsലേക്ക് പോകാവുന്നതാണ്. സോ ഇതാണ് ട്രേഡ് മാർക്കിൻ്റെ അപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നീട് പണ്ട് കാലത്ത് പലർക്കും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാതെ ഒരുപാട് പേരുടെ ബ്രാൻഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, ഈ ബ്രാൻഡ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് നിങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ളതാണ് എല്ലാ ബിസിനസ്സുകാരുടെ ഉത്തരവാദിത്തം. സോ ഇതിനു വേണ്ടി എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെയ്തു തരേണ്ട പ്രോസസ്സോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം, അതിലേക്ക് വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.